Chapter 4 Water. Water is formed when hydrogen and oxygen combine chemically in a fixed proportion. വാട്ടർ ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ കെമിക്കലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേരുമ്പോഴാണ് ഒരു വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. വാട്ടർ ഇസ് ഫോംഡ് വെൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ കെമിക്കലി ഇൻ ഫിക്സഡ് പ്രപ്പോർഷൻ. ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും എപ്പോഴും ഇത് കമ്പൈൻ ചെയ്യുന്നത്. എപ്പോഴും 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടി ചേരുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുക. അല്ലാതെ 3 ഹൈഡ്രജൻ ആറ്റോ 1 ഓക്സിജൻ ആറ്റോ ആകത്തില്ല, അല്ലെ 2 ഓക്സിജൻ ആറ്റോ 1 ഹൈഡ്രജൻ ആറ്റോ ആകത്തില്ല. ദിസ് ഓൾവേസ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് പ്രപ്പോർഷൻ. ദ കമ്പോണൻസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ കമ്പോണൻസ് എന്ന് ഏതൊക്കെയാ? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. Components of water, that is hydrogen and oxygen, loses their individual property in forming water. They lose, the components of water molecules lose their individual properties while forming the water molecule. ആദ്യം ഹൈഡ്രജൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി, അതല്ലെങ്കിൽ ഓക്സിജൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി വാട്ടർ മോളിക്യൂൾ ആകുമ്പോൾ ആ മോളിക്യൂളിന് ഉണ്ടാകത്തില്ല. ഹൈഡ്രജൻ ആറ്റമായിരുന്ന ഹൈഡ്രജൻ ആറ്റമാകുമ്പോൾ ചില സ്വഭാവങ്ങളുണ്ട്, ഓക്സിജൻ ആറ്റത്തിന് മറ്റൊരു ചില സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം മാറിയിട്ട് പുതിയൊരു മോളിക്യൂൾ ആയിച്ചേരുമ്പോൾ പഴയ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് പുതിയൊരു മോളിക്യൂളായിട്ട് മാറും. പുതിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിനുള്ളത്. ദ കമ്പോണൻസ് ഓഫ് വാട്ടർ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ലൂസസ് ദർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. അതിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ട് ഫോംസ് വാട്ടർ. അങ്ങനെ ഒരു വാട്ടർ മോളിക്യൂൾ ആകുന്നു. The components of water cannot be separated by simple physical methods. We cannot separate these components by simple physical methods. നമ്മൾ ഫിസിക്കലായിട്ടുള്ള മെത്തേഡ് കൊണ്ട് ഈ വാട്ടർ മോളിക്യൂൾസിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് വാട്ടർ മോളിക്യൂൾസ് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനെ ബീറ്റ് ചെയ്തോ അതല്ലെങ്കിൽ അടിച്ചോ അതല്ലെങ്കിൽ എറിഞ്ഞോ ഒന്നും ഈ ഹൈഡ്രജൻ മോളിക്യൂളായിട്ടും അത് ഓക്സിജൻ മോളിക്യൂളായിട്ടും വി ആർ നോട്ട് ഏബിൾ ടു സെപ്പറേറ്റ്. ഹൗവർ, വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം എ നാച്ചുറൽ സോഴ്സ് is a mixture in which many salt impurities are dissolved. However, water obtained from natural source is a mixture. നമ്മൾ ആദ്യം പഠിച്ചു വാട്ടർ മോളിക്യൂൾ ഇസ് കോമ്പൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വാട്ടർ മോളിക്യൂൾ ഇസ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. കോമ്പൗണ്ടാണ്, അതായത് 2 എലമെന്റ്സ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് കോമ്പൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് water obtained from natural sources is a mixture in which many salt impurities are dissolved. It's a mixture also. നമുക്ക് കിട്ടുന്ന ഈ വാട്ടർ ഒരു മിക്സറാണ്. ബിക്കോസ് ഇൻ ദിസ് വാട്ടർ that obtained from nature, it consists of many salts. പല സോൾട്ടുകൾ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ പല സോൾട്ടുകൾ അടങ്ങിയിട്ടുണ്ട്. പല ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുണ്ട്. ആ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? മാലിന്യങ്ങൾ, പല മാലിന്യങ്ങളുണ്ട്, സോൾട്ട് ഉണ്ട്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ. ഡിസോൾവ്. സോ ദ വാട്ടർ കണ്ടെയ്നിങ് the mixture water containing salt and impurity, so we can call it water as a mixture. നമുക്കതുകൊണ്ട് മിക്സ്ചർ ആണെന്നും പറയാൻ സാധിക്കും. Water is colorless, odorless and transparent liquid. വാട്ടർ കളറില്ലാത്ത, മണമില്ലാത്ത,
വളരെ സുതാര്യമായ, അതായത് കാണാൻ കഴിയുന്ന, നമ്മൾ വെള്ളത്തിൽ കൂടെ നോക്കിയാൽ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും, സുതാര്യമായ ഒരു ലിക്വിഡാണ്. പ്യുവർ ഓർ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ടേസ്റ്റ്ലെസ്. ശരിക്കും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഡിസ്റ്റിലേഷൻ through the process of distillation we can produce distilled water, that is pure water. Pure water is tasteless. Distilled water or pure water is tasteless. But drinking water, that is tap water or bottled water, drinking water, tap water or bottled water has some taste. അതിന് ചില ടേസ്റ്റ് ഉണ്ട്. Due to the presence of dissolved salt and minerals. Due to the presence of dissolved salt and minerals. അതിനകത്ത് ചില അടങ്ങിയിരിക്കുന്ന ചില സോൾട്ടുകളുണ്ട് അല്ലെങ്കിൽ മിനറൽസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ബോട്ടിൽ വാട്ടറെ മിനറൽ വാട്ടർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ ദറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഹാസ് സം ടേസ്റ്റ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട് ആൻഡ് മിനറൽസ്. മിനറൽസിൻ്റെ അതിൽ അടങ്ങിയിരിക്കുന്ന സോൾട്ടിൻ്റെയോ മിനറൽസിൻ്റെയോ പ്രത്യേകത കൊണ്ട് പലപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ടേസ്റ്റ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ച എന്താ, പ്യുവർ വാട്ടർ ഡസ് നോട്ട് ഹാവ് എനി ടേസ്റ്റ്. പ്യുവർ വാട്ടറിന് ടേസ്റ്റ് ഇല്ല. ബട്ട് അവർ ഡ്രിങ്കിങ് വാട്ടർ ഹാസ് സം ടേസ്റ്റ് ബിക്കോസ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട് ആൻഡ് മിനറൽസ്. അതിൽ അടങ്ങിയിരിക്കുന്ന സോൾട്ടിൻ്റെയോ മിനറൽസിൻ്റെയോ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. വാട്ടർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ്, ടാപ്പ്, വെൽ, സ്പ്രിംഗ്, ഓഫൺ ടേസ്റ്റ് ഡിഫറെൻ്റ്ലി. പല സോഴ്സിൽ നിന്ന് വരുന്ന നമുക്ക് വി ക്യാൻ ഗെറ്റ് വാട്ടർ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ് ലൈക്ക് ടാപ്പ്. സംടൈംസ് വി കളക്ട് വാട്ടർ ഫ്രം ടാപ്പ്, സംടൈംസ് വി ടേക്ക് വാട്ടർ ഫ്രം വെൽ, സ്പ്രിങ്സ്, ഉറവകളിൽ നിന്ന്, കിണറുകളിൽ നിന്ന്, അല്ലെ ടാപ്പിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം എടുക്കും. അത് ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. The boiling point of pure water is 100 degrees Celsius. You know that what is boiling point? That liquid convert into gas. There is at a temperature. That particular temperature is called boiling point. The boiling point of pure water, അതായത് പ്യുവർ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് 0 degree at normal pressure. At a normal pressure, the freezing point is, that means liquid become ice. The liquid become solid. Water become ice. That at 0 degree Celsius. That temperature is called freezing point. Okay, the boiling point of water is 100 degrees Celsius. Freezing point is 0 degree Celsius. Pure or distilled water is poor conductor of heat and electricity. പ്യുവർ ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് അതല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, അത് പൂർ കണ്ടക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ഹീറ്റിൻ്റെയും ചൂടിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും വളരെ പൂർ കണ്ടക്ടറായിരിക്കും. ചൂടിനെ വളരെ എളുപ്പം കടത്തിവിടത്തില്ല. അതുപോലെ ഇലക്ട്രിസിറ്റിയെയും വളരെ വേഗത്തിൽ കടത്തിവിടാത്ത, വളരെ സ്ലോ ആയിട്ട് മാത്രം കടത്തിവിടുന്ന കണ്ടക്ടറാണ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടർ ഈസ് പൂർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓൺലി വെൻ ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ്. അത് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന എപ്പോഴാണ്? വെൻ ദ വാട്ടർ കണ്ടെയ്ൻ സം ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ്. അതിൽ ചില മാലിന്യങ്ങളൊക്കെ അലിഞ്ഞു ചേരുമ്പോഴാണ് അങ്ങനെയുള്ള വെള്ളത്തിൽ കൂടെയാണ് പെട്ടെന്ന് കറണ്ട് കടന്നു പോകുന്നത്. ഓക്കെ, വാട്ടർ ക്യാൻ ഡിസോൾവ് എ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്, hence known as universal solvent. What is known as universal solvent? We already studied in previous class what is known as universal solvent, because water can dissolve large number of compounds. അനേക കോമ്പൗണ്ട്സിനെ വെള്ളത്തിന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വാട്ടറിനെ നമ്മൾ ഒത്തിരി കോമ്പൗണ്ട്സിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വാട്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സോൾവെന്റ്. യൂണിവേഴ്സൽ സോൾവെന്റ്.
Importance of water. Water is one of the most essential compounds of living things. ലിവിങ് തിങ്സിൻ്റെ നമ്മൾ ജീവിക്കുന്ന ജീവനുള്ള വസ്തുക്കളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എയർ ആൻഡ് വാട്ടർ. ഓക്കെ, ഇൻ ഓർഡർ ടു കീപ് ലൈഫ് ഇൻ ദിസ് എർത്ത് we need air and water. Okay, so water is one of the most essential components of living things. ലിവിങ് തിങ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് വാട്ടർ. The human body is composed of about 60% of water. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 60% വാട്ടർ ഉണ്ട്. And a body of fish of about 65% of water. അതുപോലെ ഫിഷിൻ്റെ ശരീരത്തിൽ ഏകദേശം 65% വെള്ളമാണ്. About 60% of plants body is also composed of water. Plant body, സസ്യങ്ങളുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ 60% വെള്ളമാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ 60% വെള്ളമാണ്, സസ്യങ്ങളിൽ 60% വാട്ടറാണ്, അതുപോലെ ഫിഷിൽ 65% വാട്ടർ. Shall we look certain uses of water? Water is a good solvent. Water nallൊരു solvent ആണ്. We already studied that water is a universal solvent. It can dissolve most minerals and nutrients present in our body. It can dissolve. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇറ്റ് ക്യാൻ ഡിസോൾവ് മോസ്റ്റ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന പല മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ദിസ് ഡിസോൾവ്ഡ് ന്യൂട്രിയൻസ് ആർ ദസ് ഈസിലി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. ദിസ് ഡിസോൾവ്ഡ് ന്യൂട്രിയൻസ് ആർ ദസ് ഈസിലി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന നമ്മൾ കഴിക്കുന്ന വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ആ ന്യൂട്രിയൻസ് അത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാൻ പറ്റും. വാട്ടർ ഓൾസോ ഡിസോൾവ്സ് വേസ്റ്റ് മെറ്റീരിയൽസ് ഓഫ് ദ ബോഡി. അപ്പം അതുപോലെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്തിട്ട് അങ്ങനെ ശരീരത്തിന് ആ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. which are then removed by the kidney as a sweat and as a sweat by the skin. അപ്പം കിഡ്നി നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ വെള്ളത്തിൽ കലർത്തിയിട്ട് ആ വെള്ളത്തിൽ കൂടെ നമ്മുടെ കിഡ്നിയിൽ കൂടെ തന്നെയും അത് റിമൂവ് ചെയ്യും. കിഡ്നിയുടെ വർക്കിങ്ങിൻ്റെ ഫലമായിട്ട് യൂറിനായിട്ട് നമ്മളത് എക്സ്പെൽ ഫ്രം അവർ ബോഡി. സ്വെറ്റ് സ്കിന്നിൽ കൂടെ പുറത്തു വരുന്ന നമ്മുടെ വേർപ്പിൽ കൂടെ പുറത്തു വരുന്നത് ഒത്തിരി വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ആ വെള്ളത്തിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസോൾവ് ചെയ്തിട്ട് ആ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ വേർപ്പിൽ കൂടിയൊക്കെ പുറത്തു പോകുന്നത്. Okay, so water is a good solvent. It can dissolve most minerals, nutrient present in our body. So these dissolved nutrients thus easily absorbed by the body. Okay, so these dissolved nutrients and minerals can easily absorbed by the body. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ഡിസോൾവ് ചെയ്ത ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ വേസ്റ്റ് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്തിട്ടാണ് then it is removed from the body. Water helps to maintain regulates the body temperature. Water helps to maintain and regulate body temperature. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കുറയ്ക്കാനും അത് സ്ഥിരമായിട്ട് നിലനിർത്താനും അതല്ലെങ്കിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത് വെള്ളമാണ്. The release of water from body in the form of sweat during the summer cools down the body. Okay, we already studied that. During the process, by the process of sweating, that cools down our body. നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരം എന്തായിരുന്നു? ശരീരം തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. Last year we studied due to the process transpiration, plants also
get cooled at the summer season. സമ്മർ സീസണിൽ ട്രാൻസ്പിറേഷൻ്റെ ഫലമായിട്ട് പ്ലാന്റ്സും ഇതുപോലെ അതിനെ പ്ലാന്റ്സിനെയും കൂൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ശരീരം സ്വെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ടർ പുറത്തു പോകുന്നതുകൊണ്ടാണ് സ്വെറ്റിങ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് വാട്ടറിന് ഒരു പ്രോസസ്സാണ്. ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ആൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് സ്വെറ്റിംഗ്, ബോഡി ക്യാൻ മെയിൻറ്റെയിൻ ആൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. ഇന്യൂമറബിൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലീവ്സ് ഇൻ വാട്ടർ. നമുക്കറിയാം ലോട്ട് ഓഫ് ഇന്യൂമറബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റുകയില്ലാത്ത തരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എവിടെ ജീവിക്കുന്നുണ്ട്? വാട്ടറിൽ ജീവിക്കുന്നുണ്ട്. ദേ ആർ കോൾഡ് അക്വാറ്റിക് ബീയിങ്സ്. സോ ദേ ആർ കോൾഡ് അക്വാറ്റിക് ബീയിങ്. Aquatic animals are there, aquatic plants are there. So uncountable, okay, innumerable plants and animals lives in water. Okay, so the water is used for that as a habitat for the plants and animals. What is required for the germination of seeds? നമ്മുടെ സീഡ്സ് ജെർമിനേഷൻ ചെയ്യണമെങ്കിൽ വാട്ടർ ആവശ്യമാണ് അല്ലേ? വെള്ളമില്ലാത്ത ഇത് തന്നെ ചെയ്യത്തില്ല, സീഡ്സ് കിളുക്കത്തില്ല. നമ്മൾ ഒരു സീഡ് എടുത്തിട്ട് വെറുതെ മണ്ണിലിട്ടാൽ, വെള്ളമില്ലാത്ത വേനൽക്കാലത്ത് സമ്മർ സീസണിലിട്ടാൽ അത് കിളുക്കത്തില്ല. പക്ഷെ സാധാരണ അതിനാ മഴക്കാലം വരുമ്പോഴാണ് ഈ സീഡ്സ് കിളുക്കുന്നത്. കാരണം ഫോർ ദ പ്രോസസ് ഓഫ് ജെർമിനേഷൻ the water is necessary. വെള്ളം അത്യാവശ്യമാണ്. Water is also required by green plants for the process of photosynthesis to prepare food. In order to prepare food, water is needed. Okay, for process of photosynthesis, carbon dioxide, water, and sunlight is needed. Okay, so water is an essential thing that needed for photosynthesis. Photosynthesisന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ടർ. Food items, especially fruits, vegetables, contain large proportions of water. നമ്മുടെ വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിൽ ഒക്കെ അത് ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന കാര്യം വാട്ടറാണ്. Our body gets water also from food that we eat. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്, വെജിറ്റബിൾസിൽ നിന്ന്, ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വാട്ടർ കിട്ടുന്നത്. Water acts as a medium of transport for the minerals and other nutrients between different parts of plants. Water acts as a medium for transport of minerals and other nutrients. Water acts as a medium for transport of minerals and nutrients. ന്യൂട്രിയൻസിൻ്റെയും മിനറൽസിൻ്റെയും ട്രാൻസ്പോർട്ടേഷന്, അതായത് യാത്രയ്ക്ക് ഒരു മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന വാട്ടറാണ്. നമുക്കറിയാം സോയിൽ കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ്, ഓക്കെ, ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്. Okay, that minerals and nutrients are passed from the root to the leaf by dissolving that nutrients or minerals in water. വെള്ളത്തിൻ്റെ സഹായത്തോടെയാണ് വേര് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസിനെ നയിക്കുന്നത് പ്ലാന്റ്സിലുള്ള സൈലം അല്ലെങ്കിൽ ഫ്ലോയം ട്യൂബ്സിൽ കൂടെ ലീഫിലേക്ക് എത്തിക്കുന്നത്. But water acts as a medium for transport. Water is required in various industries such as paper, textile, constructions, and automobile industries. Water is used in various industries like textile industry, paper industry, construction sites, automobile industry. Okay, so water is in plastic industry. So water is used in various industries. Water is a medium for transport using ships and boats. Okay, it acts as a medium for transport for ships and boats. നമ്മൾ അറിയാം വാട്ടറിൽ കൂടെയാണ് ഷിപ്പും ബോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത്, ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഷിപ്പുകളൊക്കെ ഉപയോഗിക്കും. ഓക്കെ, സോ വാട്ടർ ആക്ട് ആസ് എ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു മീഡിയമായിട്ട് വാട്ടർ വർക്ക് ചെയ്യും. വാട്ടർ ഇസ് റിക്വയർഡ് ഫോർ അഗ്രികൾച്ചറിന്, നമ്മുടെ വിളകൾ ഒക്കെ വളരാൻ വാട്ടർ ആവശ്യമാണ്. വാട്ടർ ഇസ് യൂസ്ഡ് ടു ജെർമിനേറ്റ്
generate electricity. Water is used to generate electricity in dams. ഡാംസിൽ വെള്ളം തടഞ്ഞു നിർത്തി ആണ് അത് കെട്ടി നിൽക്കുന്ന വെള്ളത്തെ ഒഴുക്കി വിട്ട് ടർബൈൻ കറക്കി ആണ് we generate electricity. The potential energy of water when falling from height is converted to mechanical energy. When the water falls on the fans of turbine of generators, this mechanical energy is converted to electrical energy by the generator. Okay, water താഴോട്ട് പതിക്കുമ്പോൾ ആ ഫോഴ്സ്, ആ ഉണ്ടാകുന്ന ഫോഴ്സ് കൊണ്ട് ടർബൈൻ കറക്കി, ടർബൈൻ കറങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന കറങ്ങുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് നിങ്ങൾ പഠിക്കും, വിശദമായിട്ട് പഠിക്കും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഈ വർഷം തന്നെ പഠിക്കും. അപ്പം അങ്ങനെ ടർബൈൻ കറങ്ങുന്നതിന് ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി വാട്ടറിൻ്റെ സ്റ്റോർ ചെയ്യുകയും അതിനെ നമ്മൾ താഴോട്ട് പതിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസാണ് to generate electricity. Water is required for daily use such as drinking, bathing, washing, cooking and watering plants. നമ്മുടെ ഡെയിലി യൂസിൽ വാട്ടർ അത്യാവശ്യമാണ്. ഡ്രിങ്കിങ്ങിന്, ബാത്തിങ്ങിന്, വാഷിങ്ങിന്, കുക്കിങ്ങിന്, പ്ലാന്റ്സ് വാട്ടർ ചെയ്യാൻ, ഇതെല്ലാം നമ്മൾ വാട്ടർ